ടി.എസ്. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, 23 വരെ കനത്ത മഴ, ഇതേ സാഹചര്യം സംസ്ഥാനത്ത് തുടരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റിടങ്ങളിലെ കാഴ്ചകൾ എങ്ങനെയാണ്? തലസ്ഥാനത്ത് ശരി, മഴയൊന്നൊഴിഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെ പോകുന്നുണ്ട് ഇനി അടുത്ത മഴയ്ക്ക് മുൻപായി ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച നഗരസഭയുടെ നടപടികൾ? തിരുവനന്തപുരത്ത് നിന്ന് ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയെന്നായിരുന്നു മുന്നറിയിപ്പ്. ഇപ്പോൾ മഴ ഒരല്പം കുറഞ്ഞു നിൽപ്പുണ്ട്, അതൊരു ആശ്വാസമാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയൊക്കെ നമ്മൾ കണ്ടു എവിടെയൊക്കെ വെള്ളം കയറിയെന്ന്. അവിടെയൊക്കെ വെള്ളം ഇറങ്ങാൻ ഒരു സമയം ഈ മഴ തോർന്നു നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ നടപടികളെന്ന് പറയാൻ അടുത്ത ദിവസങ്ങളിലും മഴയുണ്ടാകുമെന്നുള്ളൊരു പ്രവചനം ഉള്ളത് കൊണ്ട് തന്നെ ഇന്നലെ നഗരസഭയുടെ നേതൃത്വത്തിലൊക്കെ യോഗങ്ങളൊക്കെ ചേർന്നിരുന്നു. ബന്ധപ്പെട്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അത് എത്രത്തോളം ഫലവത്താവുന്നു എന്നുള്ളത്. കാരണം ചാല മാർക്കറ്റിലായാലും അട്ടക്കുളങ്ങര ആ ഭാഗത്തൊക്കെ ഈ സ്മാർട്ട് റോഡിന്റെ പണി നടക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും വെള്ളം പോകാതെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ വെള്ളക്കെട്ടിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതെങ്ങനെയെന്ന് കണ്ടറിയണം. പിന്നെ മഴയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 23-ാം തീയതി വരെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുകൾ ഉള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരല്പം ഇടവേള പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നുണ്ട്. അതായത് നാളെയോടെ ഒരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടും. അതായിരിക്കും ഇനിയുള്ള മഴയ്ക്ക് കാരണം. അത് പിന്നെ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ മഴയും കനക്കും. പക്ഷെ അങ്ങനെ ഒരു പ്രവചനം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ കൂടിയും 23-ാം തീയതി വരെ അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പിന്നെ കാലവർഷ മഴയാണ് പ്രതീക്ഷിക്കുന്നത്.